നല്ല ഇതായിട്ട് കാന്തരിച്ചപ്പ അഴുക്കുണ്ടോ എന്നൊക്കെ നോക്കി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ ചീരയില വൃത്തിയാക്കി നോക്കുന്ന പോലെ. മണ്ടയും കുറച്ച് നല്ല ഇലകളും നുള്ളിയെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി നല്ല ഗുണമുള്ളതാണ് കാന്താരി ചപ്പ്. ഒരുപാട് അസുഖങ്ങൾക്ക്, വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക്, വയറ്റിലെ കുരുക്കൾക്കും ഒക്കെ, അതുപോലെ മുറിവുകൾക്ക് ഒക്കെ ഒരുപാട് ഔഷധ മൂല്യമുള്ള ഇലയാണ് കാന്താരി. മുറിവുകൾ വരികയാനായിട്ട് ഉത്തമ ഒരു മരുന്നാണ് കാന്താരി എന്ന് പറയുന്നത്. ഇതങ്ങനെ ആരും ഇതിൻ്റെ ഇലയാണെങ്കിൽ ഉപയോഗിക്കാറില്ല ഈ കറിയായിട്ട്. പഴയ കാലത്ത് എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഇത് ഈ കറിയൊന്നും ഇല്ലാത്ത ദിവസം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാന്താരിയുടെ ഒട്ടിച്ചെന്ന് ഈ ഇല ഇങ്ങനെ ഞുള്ളിക്കൊണ്ട് വന്ന് പെട്ടെന്നൊരു കറി തയ്യാറാക്കും അമ്മ. അത് നല്ല ടേസ്റ്റും ആ കറിക്ക്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞാൻ ഓർത്തുന്നപ്പോൾ നിൻ്റെ കാന്താരി ഉണ്ടല്ലോ എനിക്കിവിടെ, അത് വെച്ചിട്ട് എനിക്ക് ഒരു കറി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് കാന്താരി ഇല കൊണ്ട് ഒരു കറി തയ്യാറാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു സാധനം വീട്ടിലില്ലെങ്കിലും ഈ ഇല ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കാം. കാന്താരി ചപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് കത്തി വെച്ച് മുറിക്കാൻ പാടില്ല. വെറുതെ കൈകൊണ്ട് രണ്ടായിട്ട് കീറി മാത്രമേ ഇടാം. രണ്ടോ മൂന്നായിട്ട് കീറിയിടാൻ പറ്റില്ലെങ്കിൽ ഒരു മൂന്നായിട്ട് കീറിയിട്ടു. വെറുതെ കൈകൊണ്ട് ഇങ്ങനെ കീറിയിട്ടാൽ മതി. ഇത് പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോകുമല്ലോ. കത്തി തൊടിക്കുകയേ വേണ്ട. കത്തി തൊടുമ്പോൾ അതിൻ്റെ വേറൊരു വ്യത്യാസമുണ്ട്. ഇലയിലേക്ക് കത്തി തൊടുമ്പോൾ ഇലക്കറികളെല്ലാം കൈകൊണ്ട് മുറിച്ചിട്ട് വെക്കുവാണെങ്കിൽ അതിന് വേറൊരു പ്രത്യേക രുചിയാണെന്നാണ് പഴയകാലം തൊട്ട് പറയുന്നത്. കത്തി തൊടിക്കാതെ നമ്മൾ കൈകൊണ്ട് തന്നെ ഞുള്ളിയിട്ട് വെച്ച് നോക്കിയേ, അതിന് വേറെ നല്ല രുചിയാണ്. നമ്മൾ എളുപ്പത്തിന് അരിഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഈ കത്തിയൊക്കെ തൊടിക്കുന്നത്. പഴയകാലത്ത് അങ്ങനെ കത്തി ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കാന്താരിക്ക് പ്രത്യേകിച്ച് കത്തി തൊടിക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെയാണ് അമ്മ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ കൈകൊണ്ട് വെറുതെ രണ്ടായിട്ട് കീറിയിട്ട് കത്തി തൊടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഇനി അരപ്പും കൂടി അരച്ച് വെച്ചിട്ട് വേണം നമുക്ക് കടു പൊട്ടിക്കാൻ. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് പരിപാടിയും കൂടെ നോക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് റെഡി ആയിക്കഴിഞ്ഞു. ഇനിയും അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഒരു അരമുറി തന്നെ ഇല്ല, നമുക്ക് എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് അരപ്പ് വേണ്ടി വരില്ല. എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് പെട്ടെന്ന് അവിയും. അപ്പോൾ അതുകൊണ്ട് അരമുറി തേങ്ങ വേണ്ട, ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടൊരു അരമുറി തന്നെ ഇല്ല, അതിലും ഒരു കാൽഭാഗം കുറച്ചേ ഉള്ളൂ. ഒരു അരക്കപ്പ് തേങ്ങ, അരക്കപ്പിലും കൂടുതലുണ്ട്. അത് ഇട്ടു. അതിനുള്ള ആവശ്യം സൗകര്യാർത്ഥം ഓരോരോ സൗകര്യാർത്ഥം എടുക്കുക. ജാറിലേക്ക് ഇടാം. അരമുറി തേങ്ങ തന്നെ ഇല്ല. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള എരിവിന് കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാന്താരി ഞാൻ നട്ടുണ്ടാക്കിയ കാന്താരിയിലെ തന്നെ കാന്താരിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്കിവിടെ അമേരിക്കയിൽ ഉണ്ടാക്കിയെടുത്ത കാന്താരി, അതിന് ഒരു പ്രത്യേകത നമ്മുടെ നാടിൻ്റെ ഓർമ്മയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിന് എരിവിന് ഉണ്ടായിരുന്നൊക്കെ ഞങ്ങൾ ചപ്പപ്പോൾ എടുക്കുക, അതുകൊണ്ടാണ് തീരുക. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം മതി, ഒരു ചുവയ്ക്ക് മാത്രം. ഇച്ചിരി വലുപ്പമുള്ള വെളുത്തുള്ളി, ഇവിടെ വെളുത്തുള്ളിയൊക്കെ വലിയതാണ് കിട്ടുന്നത്. അല്പം ജീരകം. ഇതിൻ്റെ അരപ്പിന് തയ്യാറാക്കുന്നത് എല്ലാ കറികളുടെയും പോലെ അല്ല കേട്ടോ, ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് മോര് കറിക്ക് ഏകദേശം ഈ രീതി തന്നെയാണ്. പുളി ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്പം ജീരകം ചുവയ്ക്ക്. മോര് കറിയുടെയൊക്കെ അതേ ചേരുവ തന്നെയാണ് വരുന്നത്. പുളിയില്ലാന്ന് മാത്രമേ ഉള്ളൂ. അല്പം മഞ്ഞൾ, കറിക്ക് കളർ വേണ്ടേ, അതിന് അല്പം മഞ്ഞൾ, പാകത്തിനുള്ള മഞ്ഞൾ മതി. ഒരുപാടിട്ട് മഞ്ഞളുടെ ചുവയായി പോവും. കണ്ടമാനം മഞ്ഞളിടല്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട് ചട്ടി. അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് എൻ്റെ അടുത്ത് തീർന്നു പോയി. ഞാൻ വറ്റൽമുളക് നിങ്ങൾ ഇട്ടോളുക. വറ്റൽമുളക് ഒരു കഷ്ണം 1-2 കഷ്ണം മുറിച്ചിട്ടോളുക.
സ്ഥിരം ഇടുന്നൊരു സാധനമാണ്. ഉള്ളിയൊന്ന് നോക്കട്ടെ. ഇനിയാണ് നമ്മുടെ താരത്തേക്ക് ഇടുന്നത്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഞാൻ എൻ്റെ കാന്താരി ഇലയെല്ലാം നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ലേറ്റായ ഇപ്പം ഇഷ്ടംപോലെ ഇലയുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത് ഉണ്ടാക്കി കാണിക്കാൻ. നാട്ടിലാണെങ്കിൽ നമുക്ക് പല സാധനങ്ങൾ നമ്മുടെ നാടൻ രീതിയിലുള്ളത് ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന അങ്ങനെ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഓർമ്മകൾ കഞ്ഞി വേവായി വരുന്നു. ഉള്ളി മുതലും ഈ രീതിയിലാണ് ഇട്ടാൽ മതി. ഒരൊറ്റ വീട്ടും വെള്ളമഴ ഉള്ളത് കൊണ്ടാണ്, ഇലയല്ലേ അതുകൊണ്ടാണ് ഒറ്റ വീട്ട്. നമുക്ക് ഇളക്കി പൊടിക്കൊന്ന് ചുറ്റി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ അത്ര ഇല ഒരുക്കിയിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇല എടുത്തോളൂ. വെറുതെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നല്ല ഇലയുണ്ടാവും. ഇപ്പം ഒക്ടോബറൊക്കെ അല്ലേ, മഴയൊക്കെ ഇപ്പം വലിയ മഴ കഴിയുമ്പോൾ ഇഷ്ടം പോലെ കാന്താരി ഇലയും പൂവും കായും എല്ലാം ആയിട്ട് ഇഷ്ടം വരുന്നു. നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ, ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കറിയൊന്നും ഇല്ലാത്തപ്പോൾ എളുപ്പം ഉണ്ടാക്കാം. വയറിന് ഒത്തിരി ഗുണമാണ്. നമുക്ക് വയറിനുള്ള കുരുക്കളൊക്കെ പോകാൻ നല്ലതാണെന്നാണ് പറയുന്നത് കാന്താരി ഇല. അതുപോലെ മുറിവ് കരിയാനും നീർക്കെട്ടിനൊക്കെ നല്ല ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നല്ല പ്രഷറിന് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കൊളസ്ട്രോളും നമുക്ക് നല്ല ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിയിട്ട് നമ്മുടെ അരപ്പ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അതേ ഉള്ളൂ പരിപാടി. അരപ്പ് തിളയ്ക്കുമ്പോൾ കറി റെഡിയായി. എൻ്റെ എളുപ്പമാണ്. ചൂടിന് ഒന്നാമത്തെ ഒരു ഒഴിച്ച് കറി. ആയിട്ടുണ്ട്. അരപ്പ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ അരപ്പ് കൂടുതലായിട്ട് കൊടുക്കുന്നു. അരപ്പ് ഒഴിച്ച് കൊടുത്തു. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിക്കാം. എത്ര ഒരുപാട് കൊഴുപ്പുള്ള കറി ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുറച്ചൊഴിക്കുക. ഇനിയിപ്പം ചാറായിട്ട് വേണമെന്നുള്ളവർ ഇച്ചിരി ചാറായിട്ട് നീട്ടിയെടുക്കുക. ഇങ്ങനെ വേണമെങ്കിലും ആകും. വേണ്ട ഈ പരുവത്തിന് വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാം. ഇതെല്ലാത്തിനും ഉപയോഗിക്കാം. ചപ്പാത്തിക്കൊക്കെ കൂട്ടാം. ഇങ്ങനെ വേണേലും എടുക്കാം. ചമ്മന്തി പോലെ ആക്കി വേണേലും ഇങ്ങനെയും ഉപയോഗിക്കാം. ഞാൻ ചാറായിട്ടാണ് ഉച്ചക്കത്തെ ഊണിനായി. അപ്പം നമുക്ക് ഊണിനാകുമ്പോൾ ഒഴിച്ച് ഉണ്ണാനായിട്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചാറായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് കഞ്ഞി വെന്തോന്ന് നോക്കാം. ഒന്ന് ഇളക്കി 2-3 പ്രാവശ്യം ഇട്ടായിരുന്നു. നമ്മൾ കഞ്ഞി ഒന്ന് വെന്തോന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ടെങ്കിൽ വറുത്താൽ മതി. അങ്ങനെ എളുപ്പം വേവും. നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് കിഴങ്ങും ക്യാരറ്റും കൂടി ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നുണ്ട് ചോറിന്. അതിനുള്ള കടുക് പൊട്ടിക്കാൻ എണ്ണ ഒഴിക്കാം തയ്യാറാക്കാനായിട്ട്. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, സവോള ഇത്ര അരിഞ്ഞത്
ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അല്പം മുളക് പൊടി ഇട്ടാൽ മതി. മെഴുക്കുവരട്ടി ഇത് നിറത്തിന് മാത്രം, ഒരുപാട് ഇട്ടാൽ എരിവായി പോവും. ഒരുപാട് ഇടുന്ന അല്പം മുളക് പൊടി, കണക്കൊന്നും പറയുന്നില്ല, പച്ചമുളക് ആവശ്യമിട്ടുണ്ട്. അല്പം കിഴങ്ങായതുകൊണ്ടാണ് അല്പം മല്ലിപ്പൊടിയും കൂടെ ഇടുന്നത്. പാകത്തിന് ഉപ്പ്, അല്പം വെള്ളം. മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കണം, എന്നിട്ട് വെള്ളം ചേർക്കാറ്. ഇപ്പോൾ കരിവേപ്പിലുണ്ട്, കരിവേപ്പിലും കൂടി ഇട്ടോണം. കിഴങ്ങും ക്യാപ്സിനും ആദ്യം വേവില്ലാത്താണ്, അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചാൽ മതി. പൊത്തി അടച്ച് വെക്കാം. കരിവേപ്പില ഇതിനകത്ത് ഇട്ടോണം. ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് അതിപ്പോൾ റെഡിയാവും. 5 മിനിറ്റ് ഒന്നും വേണ്ട. ഫ്ലെയിം ഇച്ചിരി കൂടെ കൂട്ടി വെച്ചേക്കാം. ഒരുപാട് കൂട്ടി വെക്കണ്ട, മീഡിയത്തിലും താഴെ വെച്ചാൽ മതി. തുറന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടാക്കാം. ഇപ്പം കൂടെ വെള്ളം വെക്കുന്നുണ്ട്. ചെറു തീയിൽ ഒന്ന് റെഡി ആയിക്കോട്ടെ. മെഴുക്കോട്ട് റെഡിയാകുന്ന നേരത്ത് നമുക്ക് മുട്ട വറക്കാനുള്ള റെഡിയാക്കാം. അല്പം സവാള അരിയാം. ഒരു മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെ മുട്ട വറുത്ത ആർക്കും അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഊണ് സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വെക്കാനായിട്ട് എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഇതായതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയേക്കുക. പിന്നെ അല്പം ക്യാബേജാണ് ഞാൻ ഇതിലേക്ക് ക്യാബേജ് ഇടാം. അപ്പം ചെറുപയർ മുളപ്പിച്ചത്, അല്പം ചെറുപയർ മുളപ്പിച്ചാട്ടോ, നല്ല ഗുണമുള്ളതല്ലേ. അല്പം പച്ചമുളക് എരിവിന്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മുട്ടയിലിട്ട് കഴിക്കുന്നത് നമുക്ക് ചുമയ്ക്കും ശ്വാസം മുട്ടലിനും ഒക്കെ നല്ലതാണ്. കുരുമുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു നുള്ളു മുളക് പൊടി, അല്പം ജീരകം, ചെറിയ ജീരകം ഇതൊക്കെ ഇടുന്നത് നല്ലതാണ്. ഞാൻ അല്പം ചെറിയ ജീരകം കൂടി ഇടുന്നുണ്ട്. ഒരു നുള്ള ചെറിയ ജീരകം കൂടി ഇടുന്നുണ്ട് മുട്ട വറക്കുന്നതിൽ. ഒരു നുള്ള പൊടിച്ചതല്ല, പൊടി ഇട്ടാലും നല്ലതാണ്, ഞാൻ വെറുതെ ഇടുക ചെയ്തേ. അല്പം ഉപ്പ്. മുട്ടയ്ക്ക് ഉപ്പ് ചേർക്കും വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഞാനിപ്പോൾ കയ്യിലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കൈ കണക്കാണെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും, തെറ്റുകയല്ല. സ്പൂണിലൊക്കെ ഇടുന്ന ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. അല്പം തേങ്ങയും കൂടി ഇടുന്നുണ്ട്. തേങ്ങ ഇടാൻ മറന്നു. അല്പം തേങ്ങ. ഇതൊരു തോരന് സമാനമാണ് ഈ മുട്ട വറുത്ത കേട്ടോ. തോരന് തുല്യമായിട്ട് വരും. മുട്ട വറുത്തായിട്ട് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പാകത്തിന് മേക്കോട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റവ് ഒന്ന് ചിക്കി വേണേൽ വെള്ളമയോ അടിയിൽ തോന്നുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ചിക്കി നിർത്തിയാൽ മതി. അപ്പം ഒന്ന് മെഴുക്കോട്ടി പോലെ തന്നെ കിട്ടും. വെള്ളമൊക്കെ പറ്റി ചെറിയ പാകത്തിനാക്കി ഈ രീതിയിൽ കിട്ടണം. ഇതെവിടെ കലക്കി എടുത്തിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കാം. മുട്ട വറക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ച് വെക്കാം. ചൂടായിരിക്കുമായിരുന്നു. ഒറ്റയടിക്ക് ഉണ്ടാക്കി. നമ്മുടെ മുട്ട ഞാനിവിടെ തിരിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല, തിരിക്കുന്ന തിരക്കിൽ. മുട്ട വറുത്ത് എല്ലാ പണിയും കഴിഞ്ഞു. ഉച്ചയൂണിന് ചോറ് വിളമ്പി, അതുപോലെ മെഴുക്കുവരട്ടി എടുത്തു, മുട്ട വറുത്തതെടുത്തു. നമ്മുടെ
കാന്താരി ചാറും എടുത്തു, കാന്താരി ഇല കൊണ്ടുള്ള ചാറും എടുത്തു. അല്പം ചോറിലേക്ക് ഒഴിക്കാം. ഇനി മീൻ കൊതിയുള്ളവരാണെങ്കിൽ മീൻ കൂട്ടണമെങ്കിൽ അല്പം ചൂര മീൻ കറിയും കൂടി ഇതിന് സൈഡിൽ വെക്കുന്നുണ്ട്. അത് ഇന്നലെ ഞങ്ങൾ വെച്ചതാണ്, എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, പക്ഷെ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് കഴിക്കാം.